നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടും നഗരവും വിഷുത്തിരക്കിൽ, വിപണികൾ സജീവം. വിഷുത്തിരക്കിലമർന്ന നാടും നഗരവും വിപണിയും. മധ്യവേനൽ അവധിയായതിനാൽ കുട്ടികളടക്കം കുടുംബങ്ങൾ ഒന്നാകെയാണ് വിപണികളിലെത്തുന്നത്. ഇതുകൊണ്ട് തന്നെ തുണിക്കടകളിലും ഗൃഹോപകരണ ഷോറൂമുകളിലും പഴം പച്ചക്കറി കടകളിലും മൺപാത്ര വിപണികൾ അടക്കമുള്ള വഴിയോര വിപണികളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെയും വൈകിട്ടും നഗര ദേശീയപാതയിലും മറ്റ് പ്രധാന റോഡുകളിലും വൻ ഗതാഗത കുരുക്കുമുണ്ട്. കണിസാധനങ്ങൾ ശേഖരിക്കാനും വിഷുസദ്യ ഒരുക്കുന്നതിന്റെ ഭാഗവുമായാണ് പച്ചക്കറി ചന്തകളിൽ തിരക്കുള്ളത്. കണിവെള്ളരിക്ക മാത്രമായുള്ള വിപണികളിലും തിരക്ക് ഏറെയാണ്. കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയമർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടുക്കി ബോഡിമെട്ടിന് സമീപം നിയന്ത്രണം വിട്ട കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. താഴ്ചയിലേക്ക് മറിഞ്ഞ കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കർണാടകയിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ 4 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. കാറിൽ യാത്ര ചെയ്തവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ബോഡിമെട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം നിയന്ത്രണം വിട്ട വാഹനം 60 അടി താഴ്ചയിലേക്ക് പതിച്ചത്. ബെഫ്കോ ഔട്ട്ലെറ്റിൽ ക്യൂവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി. പാലക്കാട് പട്ടാമ്പിയിലെ ബെഫ്കോ ഔട്ട്ലെറ്റിൽ പെൺകുട്ടിയെ ക്യൂവിൽ നിൽക്കുന്നത് കണ്ടെത്തി. 10 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയാണ് ബന്ധു ക്യൂവിൽ നിർത്തിയത്. മറ്റുള്ളവർ ചോദ്യം ചെയ്തിട്ടും പെൺകുട്ടിയെ ക്യൂവിൽ നിന്ന് മാറ്റാൻ തയ്യാറായില്ല. കുട്ടി ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസ്. പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കർണാടകയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്ന് കർണാടക പോലീസ്. കർണാടകയിലെ ഹുബള്ളിയിലാണ് സംഭവം നടന്നത്. ബീഹാർ സ്വദേശിയായ നിതീഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. പോലീസിന് നേരെ വെടിയുതിർത്തപ്പോൾ തിരികെ വെടിവെച്ചെന്ന് ഹുബള്ളി SP ശശികുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് 35-കാരനായ നിതേഷ് കുമാർ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഇയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. സന്ദീപ് വാര്യർക്ക് വധഭീഷണി. SP-ക്ക് പരാതി. തനിക്ക് വധഭീഷണി ഉണ്ടെന്ന പരാതിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. വാട്സാപ്പ് വഴി UAE നമ്പറിൽ നിന്നാണ് സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് സന്ദീപ് വാര്യർ പരാതി നൽകി. സന്ദേശത്തിൽ പാണക്കാട് കുടുംബത്തെയും മുസ്ലിം മത വിഭാഗങ്ങളെയും അവഹേളിച്ചെന്ന് പറയുന്നതായും സന്ദീപ് വാര്യർ പരാതിയിൽ പറയുന്നു.